രൂത്തിന്റെ പുസ്തകം. ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. ആ സമയത്ത് ബെത്ലഹേമിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം ജീവിക്കാൻ വേണ്ടി മോവാബ് ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കുടുംബം വളരെ സാധാരണമായിരുന്നു. ഒരു അച്ഛൻ, ഒരമ്മ, 2 മക്കൾ. എന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാത്തിരുന്നു. മോവാബിലെത്തിയതിനു ശേഷം ആ കുടുംബത്തിൻ്റെ തലവനായ എലീമേലെക്ക് മരിക്കുന്നു. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തുന്നു. കാലം കടന്നുപോയി. 2 മക്കളും മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരിൽ ഒരാളായിരുന്നു രൂത്ത്. പക്ഷെ ദുഃഖം അവിടെ നിർത്തിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ 2 മക്കളും മരിക്കുന്നു. ഇപ്പോൾ നവോമിക്ക് ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല, അവളുടെ മരുമക്കൾ മാത്രം. ഈ അവസ്ഥയിൽ നവോമി ഒരു തീരുമാനമെടുക്കുന്നു. അവൾ തൻ്റെ നാട്ടായ ബെത്ലഹേമിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുന്നു. അവൾ മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങും, നിങ്ങൾക്ക് പുതിയ ജീവിതം തുടങ്ങാം. ഒരാൾ തിരിച്ചുപോയി, പക്ഷേ രൂത്ത് നിശ്ചയദാർഢ്യത്തോടെ നിന്നു. അവൾ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന വാക്കുകളാണ്. നീ പോകുന്നിടത്തേക്ക് ഞാൻ പോകും, നീ താമസിക്കുന്നിടത്ത് ഞാൻ താമസിക്കും, നിന്റെ ജനങ്ങൾ എൻ്റെ ജനങ്ങൾ, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇത് വെറും സ്നേഹമല്ല, ഇത് ഒരു ആത്മാർത്ഥ വിശ്വാസമാണ്. അങ്ങനെ എല്ലാം വിട്ട് രൂത്ത് നവോമിയോടൊപ്പം ബെത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർക്കൊന്നുമില്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടി രൂത്ത് ഒരു ജോലി തുടങ്ങി. വയലുകളിൽ പോയി കൃഷി കഴിഞ്ഞ ശേഷം ധാന്യം ശേഖരിക്കാൻ തുടങ്ങി. കഠിനമായ സൂര്യപ്രകാശത്തിൽ കഷ്ടപ്പെട്ട് അവൾ ഓരോ ദിനവും പരിശ്രമിച്ചു. അവൾക്കറിയില്ലായിരുന്നു അവൾ പോയ ആ വയൽ അവളുടെ ജീവിതം മാറ്റാൻ പോകുന്ന സ്ഥലമാണെന്ന്. ആ വയൽ ബോവാസ് എന്ന ഒരാളുടേതായിരുന്നു. ബോവാസ് ഒരു നല്ല മനുഷ്യനായിരുന്നു, ദൈവഭക്തിയുള്ളവൻ. അവൻ രൂത്തിനെ കണ്ടപ്പോൾ അവളുടെ കഷ്ടപ്പാടും വിശ്വാസവും ശ്രദ്ധിച്ചു. അവൻ അവളോട് കരുണ കാണിച്ചു, അവളെ സംരക്ഷിച്ചു, അവൾക്ക് ആവശ്യമായതെല്ലാം നൽകി. ഇതൊരു യാദൃശ്ചികം പോലെ തോന്നാം, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാലം കഴിഞ്ഞപ്പോൾ നവോമി ഒരു കാര്യം മനസ്സിലാക്കുന്നു. ബോവാസ് അവരുടെ കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ്. അവൾ രൂത്തിന് ഒരു മാർഗം പറയുന്നു. അവസാനം ബോവാസ് രൂത്തെ വിവാഹം കഴിക്കുന്നു. ദുഃഖത്തിൽ തുടങ്ങിയ കഥ ഇപ്പോൾ സന്തോഷത്തിൽ അവസാനിക്കുന്നു. ദൈവം അവരുടെ ജീവിതം മാറ്റി. രൂത്തിനും ബോവസിനും ഒരു മകൻ ജനിക്കുന്നു, ഓബേദ്. ആ ഓബേദ് ജെസ്സിയുടെ അച്ഛൻ. ജെസ്സി ദാവീദ് രാജാവിൻ്റെ അച്ഛൻ. അതായത് ഒരു വിദേശിയായ രൂത്ത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു. അവൾ യേശുക്രിസ്തുവിൻ്റെ വംശത്തിൽ ഉൾപ്പെടുന്നു. നീ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ അവസാനമല്ല. നീ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കഥ എഴുതും. രൂത്തിൻ്റെ കഥ പോലെ നിന്റെ കഥയും മാറും. ട്രസ്റ്റ് ഗോഡ്സ് ടൈമിംഗ്, ഹി നെവർ ഫെയിൽസ്.